അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതൊരു ക്ലിപ്പ് കേൾക്കും. കഴിഞ്ഞ 4 വർഷത്തിൽ പിന്നെ നിരന്തരമായിട്ട് മുസ്ലിംമാർ കേട്ട ചോദ്യമായിട്ട് അതിന് ഇതുവരെയും അങ്ങോട്ട് മറുപടി തരക്ക് ഒരു ഉത്തര തരവ് അങ്ങനെ കൊണ്ട് സാധ്യമായിട്ടില്ല. അതുകൊണ്ട് കേരള കർണാടകത്തിലെ സകല APK മുസ്ലിംമാർക്കായിട്ട് ഈ സവാൽ സകല ആൾമാർക്ക് സവാലിടുമ്പോഴത്തെ ഒരു ഹിമ്മത്ത് ഈ മനുഷ്യരില്ല. ഇതാര് ചെന്നെങ്കിൽ ജി ചെന്ന് അറിയപ്പെട്ട ഒരു കാടുകളുള്ള മൃഗ ജിയാദ് ഉണ്ട് ഇതിക്കടെ ഈ മനുഷ്യരുടെ പേര്. ഈ മനുഷ്യ ഗൾഫിൽ ഇതിക്കടെ ഉള്ളത്. ഉള്ളാലത്ത് മുക്കാമുക്കി കാര്യക്രമം നടക്കുമ്പോൾ ആ സമയത്ത് ഫോണാക്കിത്ത് മുക്കാമുക്കി കാര്യക്രമത്തെ ആ സമയത്ത് ഫോണാക്കിത്ത് ഈ ക്വസ്റ്റ്യൻക്ക് ഈ മനുഷ്യട്ട് നാ ചെന്ന് എൽത്തിലായിട്ട് ഇതായത് കണ്ട ടെസ്റ്റ് നീನು നിന്റെ രായത്ത് ഉള്ളാലത്തിൽ നിന്റെ ആശയമുള്ള സലഫിരങ്ങ ആരില്ലേ അങ്ങനെ എന്താക്ക് ഈ പ്രശ്നം കൊടുത്തിട്ടു കേൾക്കുക ചൊല്ലൂ. ഒരു സലഫിരെ കൂട്ടിയിട്ട് വാൻ ഹിമ്മത്തുണ്ടെങ്കിൽ കൂട്ടിയിട്ട് വാൻ ഊണ് ഇതിലെല്ലാം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇടീ ദുനിയാവുക എന്താക്കിരാ ഷെയർ ആക്കിയ. എന്തായാലും ആണ് പിറന്ന മോണല്ല ഈ മനുഷ്യൻ. ഉടമാദിച്ചിട്ട് ഉടമാ മുക്കാമുക്കി കാര്യക്രമമാകുമ്പോൾ ഊണ് ഉണ്ടെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഉണ്ടെ ഹിമ്മത്ത് പ്രദർശിപ്പിക്കാൻ നോക്കുക. പക്ഷേ യഥാർത്ഥത്തിൽ ആ സ്പോട്ടിക്ക് വന്ന് ഒരു കാര്യം എടുത്തുവോ ഊണ് കൊണ്ട് സാധ്യമാവില്ല. ഇനി ചോദ്യേന്ദ്ര കണ്ടുണ്ടായെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ പെരുന്നാൾ ആഘോഷാക്കിത്ത് ಅಂಡത്തെ ನಾಲ್ ಚಿಲೆ ಸುನ್ನತ್ಗೆ ಪಡಿಪಾಡ್ತಂತ. പുതിയ ഡ്രസ്സ് ഇടവും കുലിക്കോകും ഒരുത്തേരിൽ പോയി ഇന്നൊരുത്തേരിൽ ബറകും കുടുംബ സന്ദർശിക്കുകയും തക്ബീർ വിളിക്കുകയും ഈദ്ഗത്ത് പോകും. ഇങ്ങനെ ധാരാളമായ സുന്നത്ത് അണ്ടത്തെ നാൾ പടിപ്പാട്ടിത്ത്. അതേപോലെ ചെറിയ പെരുന്നാൾ ആഘോഷാക്കിത്ത് ആഘോഷാക്കോ പടിപ്പാട്ടിത്ത് മാത്രമല്ല അണ്ട് പ്രത്യേകമായ സുന്നത്തുകൾ പടിപ്പാടുത്തുന്നത്. കുലിക്കോകും പുതിയ ഡ്രസ്സ് ഇടുകയും അപ്പോൾ ഒരു സൈഡിൽ പോയി ഇന്നൊരു സൈഡിൽ ബറകും അതുപോലെ ഈദ്ഗത്ത് പോകും അതുപോലെ കുടുംബ സന്ദർശിക്കും. ഇങ്ങനെ ധാരാളമായിട്ട് പടിപ്പാടുത്തുന്നത്. അതുപോലെ അറഫാ നാൾ റസൂല പടിപ്പാടുത്തുന്നത്. അറഫാ നാളുടെ മഹത്വം റസൂല പടിപ്പാട്ടിത്തന്നത്. അതുപോലെ മുഹറം ഒലിമ്പ 10 വ്യക്തമായിട്ട് അണ്ടത്തെ നാളിൻ്റെ മഹത്വം പടിപ്പാട്ടിത്തന്നത്. അതുപോലെ ജുമാച്ചൊളുടെ നാൾ അണ്ട് പ്രത്യേകമായ സുന്നത്ത് പടിപ്പാടുത്തത്. അണ്ട് അൽ കഹഫ് ഓതുകയും അതുപോലെ കുലിക്കുകയും പ്രത്യേകമായ സുന്നത്ത് കണ്ടെത്ത നാൾ പടിപ്പാടുത്തത്. എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പേരിൽ നിങ്ങൾ ലൈലത്തുൽ ഖദറാണ് പോരീഷമായിട്ട് നിങ്ങൾ പ്രകടാക്കരുത്. എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തുൽ ഖദർക്ക് പോലും പ്രത്യേകമായ പുണ്യകർമ്മം പടിപ്പാടുത്തത്. അണ്ടത്തെ നാൾ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കാർ കണ്ടുണ്ടായെങ്കിൽ അണ്ട് നിങ്ങൾ എന്ത് പ്രാർത്ഥന പ്രാർത്ഥിക്കണോ വെച്ചൊന്ന് വ്യക്തമായിട്ട് പടിപ്പാട്ടി തന്നത്. അതിൻ്റെ മഹത്വം അങ്ങ് പടിപ്പാട്ടി തന്നത്. എങ്കിൽ ലൈലത്തുൽ ഖദറാണ് പോരീഷായിട്ടിക്കറ് ഈ ബർത്ത്ഡേ ആചാരം അങ്ങ് ആക്കടേശൊന്ന് നിങ്ങൾ ചൊല്ലുമ്പോൾ യഥാർത്ഥത്തിൽ ഇത് പച്ച കളവായിട്ട് ഇമാം ഖസ്തല്ലാനി ഈ പടുജായിൽ അറബി ബൈക്കൊക്കെ തെരിയാത്ത പടുജായിലെ വിഷയമല്ല. ഇമാമുന ഖസ്തല്ലാനി റഹ്മത്തുള്ളാഹി അലൈഹി ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഇമാം ഷർവാനി റഹ്മത്തുള്ളാഹി അലൈഹി ഇങ്ങനത്തെ പ്രഗൽഭ പണ്ഡിതന്മാർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസം മുത്തുനബി തങ്ങൾ പിറന്ന ആ ജനിച്ച നാള് ആ നാള് ലൈലത്തുൽ ഖദറാണ്ടി ശ്രേഷ്ഠതയുള്ള നാളെത്തിക്കട. അല്ലാണ്ട് ബിൽലാക്ക് എല്ലാ റബിയുൽ അവൽ 10 ജനിച്ച എല്ലാ റബിയുൽ അവൽ 10 ലൈലത്തുൽ ഖദറിനേക്കാളും ശ്രേഷ്ഠത ഉള്ളത് ചെന്നിട്ടില്ല. കൂടെ ചെന്നത് 3 കാരണത്താൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന റഹ്മത്ത് ആ ഇറങ്ങിയ ആ അണ്ടത്തെ ജാവു അണ്ടത്തെ നാല് അതേറ്റിക്കടെ ലൈലത്തുൽ ഖദറാണ്ടി ഏറ്റവും ശ്രേഷ്ഠമായതുണ്ട്. പക്ഷേ മനുഷ്യന്മാരെ വസ്വാസകട അവസ്ഥ നോക്കും. ഒരാൾക്കും ഇങ്ങനത്തെ വാദമില്ല. ഇനി വേറൊരു വിഷയം റബിയുൽ അവൽ 12 മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചിട്ടുണ്ട്. ഊൻ്റെ മുത്താത്ത ഇബ്ൻ അബ്ദുൽ വഹാബ് എന്നറിയപ്പെട്ട ഈ സലഫിസംറെ തുടങ്ങിയതായ സ്ഥാപകൻ അവൻ്റെ കിതാബിൽ എഴുതി വെച്ചിരുന്നു. റബിയുൽ അവൽ 12 മുത്തുനബി തങ്ങൾ ജനിച്ചിരുന്നു. യെസ്. ഇനി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ജനന ദിവസത്തെ പരിഗണിച്ചിര സ്വഹീഹായ ഹദീസ് ദാക യൗമുൻ ഉലിത്തു ഫീഹി ഞാൻ പെത്ത കാരണത്താൽ അല്ലാഹു തആലയ്ക്ക് ശുക്ർ താങ്ക്സ് ചെല്ലുന്ന നിമിത്ത ഞാൻ എന്താക്കര ഈ സത്കർമ്മം നിർവഹിക്കര. ഇപ്പം ഇതിവിടെ ചോദ്യം അവ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെത്ത നാളിലെ പരിഗണിച്ചിരുന്നു. എല്ലാ വാര എല്ലാ തിങ്കളാഴ്ച വരുമ്പോൾ ആ തിങ്കളാഴ്ച മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പ് നോക്കുറോ മറ്റുള്ള നല്ല നല്ല സത്കർമ്മങ്ങൾ ചെയ്യരുത് എൻ്റെ താൻ പെത്ത നാൾ എന്ന കാരണത്താൽ അപ്പോൾ പെത്ത നാളിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിഗണിച്ചത്. ഇന്ന്
ആ ശുക്രുടെ ഭാഗമായിട്ട് എന്തെല്ലാം ചെയ്യാം, ഞങ്ങളെ പ്രമാണം എന്തിനുള്ള ഖുർആൻ, ഹദീസ്, ഇജ്മാ, ഖിയാസ്. ബഹുമാനപ്പെട്ട ഇമാമുന സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി ചൊല്ലുക, വശുക്റു ലില്ലാഹി യഹ്സുലു ബിഅൻവാഇൽ ഇബാദ കസ്സുജൂദി വസ്സിയാമി വസ്സദഖതി വത്തിലാവതി വഅയ്യു നിഅമത്തിൻ അഅളമു മിനൻ നിഅമതി ബിബുറൂസി ഹാദൻ നബിയ്യിർ റഹ്മ ഹാദൻ നബിയ്യിർ റഹ്മ ഫീ ദാലികൽ യൗം. ശുക്രുടെ ഭാഗമായിട്ട് എന്തെല്ലാം ചെയ്യാം? അല്ലാഹു തആലയ്ക്ക് സുജൂദ് ചെയ്യാം, നോമ്പ് പിടിക്കാം, സ്വതക്ക കൊടുക്കാം, ഖുർആൻ ഓതാ, ഉത്തരവ് മദ്ഹ് കഴിച്ചില്ല. ഇതെല്ലാം ശുക്രുടെ ഭാഗമായിട്ട് കിടേണ്ട ബഹുമാനപ്പെട്ട ഇമാമുന സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അൽ ഹാബിലുൽ ഫതാവ എന്ന ഗ്രന്ഥത്തിൽ ചൊല്ലു. ഞങ്ങൾക്ക് ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി മതി. കാരണം അൽ ഹാഫിദ് ലക്ഷക്കണക്കിൽ ഹദീസരെ മനപ്പാടമാക്കിയ കണ്ടതായ വലിയ പാണ്ഡിത്യമുള്ളവർ പണ്ഡിതൻ ഇതിക്കടെ ഇമാം സുയൂത്തി തങ്ങൾ ഒരു സാമ്പിൾ മാത്രം തന്നെ ഇത് ചെയ്യാം. റബീഉൽ അവ്വൽ വന്നിട്ട് എന്താക്കാം, ഇത് ചെയ്യണം. ഇത്രത്തോളം ചെന്നെങ്കിൽ ഇസ്ലാം ഒരു ബാലപാട്ട് പോലും ഇല്ല. ഈ അമലുൽ മൗലിദി എന്നുള്ളത് അത് ബിദ്അത്തായിട്ട് കിടക്കും, ബിദ്അത്ത് ഹസനായിട്ട് കിടക്കും. അമലുൽ മൗലിദി ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ആ റബീഉൽ അവ്വൽ 12 തലതലാന്തരമായിട്ട് സമ്പ്രദായം പോലെ നിർവഹിച്ചു വേണ്ട കർമ്മങ്ങളുണ്ട്, കുറേ കർമ്മങ്ങളുണ്ട്, നല്ല നല്ല കാര്യങ്ങളുണ്ട്. അതിരെ കോലത്തുക ഇത്തിക്കടെ ബിദ്അത്ത് ഹസന ചെന്നത്. ഇതൊരു മോഡൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിഗണിച്ചിട്ട് തിങ്കളാശരെ പരിഗണിച്ചിട്ട് ഞങ്ങൾക്ക് കാട്ടിത്തന്നത്. അപ്പോൾ അമലുൽ മൗലിദ് ബിദ്അത്ത് ഹസന, ഈ ബിദ്അത്ത് ഹസന ചെന്തു ഒരു കാര്യം നിർവഹിക്കണമെന്ന് കണ്ടെങ്കിൽ, ബിദ്അത്ത് ഹസന ചെന്തു ഒരു കാര്യത്തെ ചൊല്ലണമെന്ന് കണ്ടെങ്കിൽ ഒന്നിരിക്കൽ അത് ആയ വേണം, ഇല്ലെങ്കിൽ അത് ഹദീസ് വേണം. അതുകൊള്ള ആയത്തിയുടെ ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു. ഈ ഒരു ക്ലിപ്പ് കേൾക്കും. സന്തോഷം ഉണ്ടായിക്കോട്ടെ മനസ്സിൽ. റമദാൻ വരിക എന്ന് പറയുമ്പോൾ ഒരു ഇടങ്ങേറ് മനസ്സിൽ വരരുതെന്ന്. നമ്മുടെ നിത്യവൃത്തികളും ഭക്ഷണവും കാര്യങ്ങളും സാഹചര്യങ്ങളും ജോലിക്കും ഒക്കെ പ്രത്യേകിച്ചും നല്ലൊരു വേനൽ കാലമാണ്, മഴയില്ലാത്ത ഒരു വേനൽ കാലത്താണ് റമദാൻ. ഒരു സന്തോഷം വേണമെന്ന് അതാണ് ഞാൻ സൂറത്ത് യൂനുസ് എന്ന് തുടക്കത്തിൽ ഓതിയ ആയത്താണ് ഇവിടെ ഓതിയത്. അള്ളാഹുവിന്റെ ഔദാര്യമാണ് ഖുർആൻ, കാരുണ്യമാണ് ഖുർആൻ. അതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കണം. അപ്പൊ ഖുർആൻ കൊണ്ട് സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ ഷഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമദാൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഖുർആൻ ഇറങ്ങിയ മാസം ഖുർആൻ കൊണ്ട് സന്തോഷിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഖുർആനിന്റെ മാസം വരുമ്പോൾ അതിനെ എങ്ങനെയാണ് അവൻ സന്തോഷത്തോടു കൂടെ അല്ലാതെ സ്വീകരിക്കാന്നല്ല. ക്ലിപ്പ് കേട്ടതാ. അപ്പോ ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി, ബിഫദ്ലില്ലാഹി ആ മനുഷ്യ ഖുർആൻ തഫ്സീർ ചൊന്തു. സരി, ഖുർആനിന്റെ തഫ്സീർ അവ ഖുർആൻ ഇറങ്ങിയ തിങ്ങളിൽ സന്തോഷിക്കണുണ്ടെങ്കിൽ അത് റമദാൻ വരുമ്പോൾ സന്തോഷിക്കണം ചൊല്ലുക ആ മനുഷ്യ. അതിനപ്പുറത്ത് റഹ്മത്തിഹിൻ്റെ ഉണ്ട്. റഹ്മത്തിക്ക് തഫ്സീർ എന്തിര് എഴുതിര്? റഹ്മത്ത് ചൊന്ന തഫ്സീർ എന്തര്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുതിക്കട്. ഇങ്ങനെ വഹാബി ഇങ്ങനെ നേതാക്കന്മാരെ എഴുതിരാറ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുതിക്കട് റഹ്മത്തിക്ക് തഫ്സീർ ഉണ്ട്. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ ആ റഹ്മത്ത് ഇറങ്ങിയത് റബീഉൽ അവ്വൽ തിങ്കളിലല്ലേ? അപ്പൊ ആ റബീഉൽ അവ്വൽ നിങ്ങൾ സന്തോഷിക്കണ്ടേ? അവിടെ വിഷയിക്കുന്നില്ലേ? എന്തായാലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എതിരാളിയായിട്ട് ജീവിക്കണു. പരിശുദ്ധമായ മുത്തുറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശത്രുവായിട്ട് ജീവിക്കണു. മുത്തുനബി തങ്ങളെ ശത്രു ഭാഗത്തിൽ വെച്ചിട്ട് ഞങ്ങൾ കാണുന്നു. മുത്തുനബി തങ്ങളെ വിരോധിയായിട്ട് ജീവിക്കണു എന്ന് ആശിക്കരുതായ ഈ മനുഷ്യ ഇബ്നു തൈമിയ്യ ഒരു ഇബാറത്തായും കണ്ടുകൂടി. ഇബ്നു തൈമിയ്യ ചൊല്ലു തഅളീമുൽ മൗലിദ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ആ സമയം അതിനെ ബഹുമാനിച്ചിട്ട് ഇത്തിഖാദുഹു മൗസിമൻ, അണ്ടത്തെ ഒരു നാൾ ആഘോഷമായിട്ട് കണ്ടാറ് ചില ആൾമാർ. എന്നിട്ട് ചൊല്ലു വയകൂനു ഫീഹി അജ്റുൻ അളീമുൻ ലിഹസ്നി ഖസ്ദിഹി. അവിടെ ഇബ്നു തൈമിയ്യ കൂടെ നോക്കിയ നീയത്തിലെ നല്ല നീയത്തുള്ള കാരണത്താൽ മുത്തുനബി തങ്ങളെ ബഹുമാനിക്കടെ, ആദരിക്കടെ, പിടിച്ചെടുക്കടെ എന്നുള്ള നീയത്തിന്റെ കാരണത്താൽ അവർക്ക് പ്രതിഫലം ഉണ്ടോണ്ടിരിക്കുന്നത് ഇബ്നു തൈമിയ്യ ചൊല്ലേ. അപ്പോൾ ഇബ്നു തൈമിയ്യയുടെ ഒരു ഭാഗത്ത് നോക്കിയിട്ടാണെങ്കിലും ഒരു മീലാദ് ആചരണാക്കി കൂടി ഇത്രയും ശത്രുത മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ കാട്ടണം. അള്ളാഹു നിങ്ങളെ ശർറിൽ നിങ്ങൾ എല്ലാവരെയും അള്ളാഹു തആല സലാമത്തിലാക്കി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.